ഹായ്, ഇത് നമ്മുടെ വെബ് ഡിസൈനിങ് വീഡിയോ സീരീസിലെ സെക്കൻഡ് പാർട്ടാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വേർഡ്പ്രസ് തീമാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായി നമ്മുടെ പാർട്ട് 1-ൽ നമ്മൾ ഡൊമൈൻ നെയിം ആൻഡ് ഹോസ്റ്റിംഗ് ബൈ ചെയ്തു, അതുപോലെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തു, SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് പ്ലീസ് കം ബാക്ക്, കാരണം നമ്മളെ വെബ് ഡിസൈനിങ്ങിലെ ഫസ്റ്റ് പാർട്ടാണ് അത്. അപ്പോൾ നമ്മളൊരു തീം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഒരു വേർഡ്പ്രസ് തീം? ആക്ച്വലി തീം ഈസ് എ ഡിസൈൻ ഓഫ് യുവർ വെബ്സൈറ്റ്. അതായത് നമ്മുടെ വെബ്സൈറ്റിനെ കാണാൻ കൂടുതലും ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഒരു വേർഡ്പ്രസ് തീമാണ്. അതുപോലെ തന്നെ ഒരു തീം ബിൽഡർ ഉപയോഗിച്ച് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് വെബ്സൈറ്റും വളരെ ഈസിയായി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വിഷ്വൽ ഇൻ്റർഫേസിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇന്ന് ഓൺലൈനിൽ ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടും ഒരുപാട് തീംസ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള തീം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാം. നമുക്ക് എല്ലാവർക്കും ഫ്രീ ആണ് ഇഷ്ടം. ബട്ട് ഫ്രീ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് അതിന് എന്തായാലും ലിമിറ്റേഷൻസ് ഉണ്ടാവും. ആൻഡ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്തായാലും അത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർ സപ്പോർട്ട്, പ്രോപ്പർ അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ മോർ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ്, അപ്പോൾ ഇതൊക്കെ ഫ്രീ തീമിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അധികം ഹെഡേക്ക് ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എപ്പോഴും നമുക്കൊരു പ്രീമിയർ തീം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഡിവി തീമാണ്. ഇറ്റ്സ് എ പോപ്പുലർ പ്രീമിയർ തീം. ആൻഡ് ഇതിനോടൊപ്പം തന്നെ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വിഷ്വൽ ബിൽഡറും വരുന്നുണ്ട്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു സൈഡിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മറ്റു സൈഡിൽ നമുക്ക് ആ ഡിസൈൻ ചെയ്യുന്ന മാറ്റങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പല കാറ്റഗറീസിലായിട്ട് ഡിഫറെൻറ്റ് പ്രീമെയ്ഡ് ലേഔട്ട്സ് അവൈലബിൾ ആണ്. അതായത് മുന്നേക്കൂട്ടി ഡിസൈൻ ചെയ്ത് വെച്ച ലേഔട്ട്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് ടൈമില്ല, ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രീമെയ്ഡ് ലേഔട്ട് ഉപയോഗിച്ചിട്ട് അതിൽ ചുമ്മാ ടെക്സ്റ്റും ഇമേജൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ആൻഡ് നമുക്ക് ഈ ഒരു തീം ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ 1 മാസം വരെ നമുക്ക് മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ നമുക്കൊരു 10-20 ദിവസം ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് റീഫണ്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഡിവി തീമിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇഫ് യു ആർ റെഡി, ലെറ്റ് സ്റ്റാർട്ട്. ഹിയർ ഐ എം ഷമീർ ഉമർ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ തീം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആദ്യം ഗോ ടു ഗൂഗിൾ. ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം സെർച്ച് ചെയ്യാം. ഓക്കെ, mahfilweddings.com. ഇപ്പോൾ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ലാസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡൊമൈൻ നെയിം ഹോസ്റ്റിംഗ് വാങ്ങിച്ചു, വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത്, SSL ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇങ്ങനെയായിരുന്നു നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ ഇനി ഇതിൽ നമുക്കൊരു തീം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തീം ഇൻസ്റ്റാൾ ചെയ്യുന്നതും നമ്മൾ വെബ് ഡിസൈൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ വേർഡ്പ്രസ് ഡാഷ്ബോർഡിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് വേർഡ്പ്രസ് ഡാഷ്ബോർഡ് കിട്ടാനായി ജസ്റ്റ് നമ്മുടെ ഡൊമൈൻ നെയിമിന് ശേഷം /wp-admin ആൻഡ് ക്ലിക്ക് എൻ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വേർഡ്പ്രസ് ഡാഷ്ബോർഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഇനി നമ്മുടെ വെബ്സൈറ്റിൻ്റെ എല്ലാ പരിപാടികളും ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തീം ഇൻസ്റ്റാൾ ചെയ്യാനായി ഗോ ടു അപ്പിയറൻസ്, തീംസ്. ഓക്കെ, ഇവിടെ നമുക്ക് മുകളിൽ കാണാം ആഡ് ന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ. ജസ്റ്റ് ക്ലിക്ക് ഓൺ ആഡ് ന്യൂ. ഓക്കെ, ഇനി നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് തീംസ് കാണാൻ പറ്റും. ഇതൊക്കെ വേർഡ്പ്രസ്സിലുള്ള തീംസാണ്. നമുക്ക് ഫ്രീ തീംസ് എല്ലാം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ആസ്ട്ര ഒരു നല്ല ഫ്രീ തീമാണ്. അപ്പോൾ ഫ്രീ തീമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ബട്ട് നമ്മളിനി മുന്നോട്ട് പോകുന്ന വീഡിയോയിൽ നമ്മൾ ഡിവി തീം വെച്ചിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഡിവി തീം ഉപയോഗിക്കുന്നവർക്ക് നമുക്കിനി കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കണ്ടിട്ട് ഡിസൈനിങ് പഠിക്കാവുന്നതാണ്. ഫ്രീ തീം വേണ്ടവർക്ക് ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രീ തീം അല്ല, നമ്മൾ ഡിവി തീമാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ ഗോ അപ്പ്. ഓക്കെ, ആൻഡ് നമ്മൾ അപ്ലോഡ് തീമിൽ നമ്മൾ തീം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ ഈ തീം അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു തീം ഡൗൺലോഡ് ചെയ്ത് കിട്ടണം. നമ്മളിവിടെ ഒരു തീം ഡൗൺലോഡ് ചെയ്തിട്ടില്ല. നമ്മൾ എലഗൻറ്റ് തീംസിൽ പോയിട്ട് ഡിവി തീം ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് തീം ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ elegantthemes.com ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു തീം പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആദ്യം. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി ക്ലിക്ക് ഓൺ അക്കൗണ്ട്. ഓക്കെ, മെമ്പർ ലോഗിൻ. ഓക്കെ, ഇനി ഇവിടെ താഴെ വന്നാൽ കാണാൻ പറ്റും നോട്ട് എ മെമ്പർ യെറ്റ് ജോയിൻ ടുഡേ എന്നുള്ളത്. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്. ഓക്കെ, ഇവിടെ 2 ഓപ്ഷൻസ് കാണാം. ഒന്ന് ഇയർലി ആക്സസ് ആണ്, അത് $89 ആണ് വരുന്നത്.
ആൻഡ് ലൈഫ് ടൈം ആക്സസ് ഉണ്ട്, അത് വരുന്നത് $249 ആണ്. അപ്പോൾ നമ്മളിവിടെ ഇയർലി ആക്സസിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഇയർലി ആക്സസിൽ നമുക്ക് ഹൺഡ്രഡ്സ് ഓഫ് വെബ്സൈറ്റ്സ് പാക്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് അപ്ഡേറ്റ്സ്, പ്രീമിയം സപ്പോർട്ട്, അതുകൂടാതെ അൺലിമിറ്റഡ് വെബ്സൈറ്റ് യൂസേജ്. അതായത് നമ്മൾ ഈ ഒരു തീം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര വെബ്സൈറ്റ് ഉണ്ടെങ്കിലും ആ വെബ്സൈറ്റിലൊക്കെ നമുക്ക് ഈ ഒരു തീം ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ തീം ഉപയോഗിക്കാവുന്നതാണ്. ബട്ട് നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്ന് മാത്രം. സോ നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യാം, അല്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് നമുക്കിവിടെ കാണാം റിസ്ക് ഫ്രീ ഗ്യാരണ്ടി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 30 days മണി ബാക്ക് ഗ്യാരണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീം ബൈ ചെയ്യാനായി ക്ലിക്ക് സൈൻ അപ്പ് ടുഡേ. നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഓൾറെഡി എലഗൻ തീംസിലൊരു അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഐ എം ഗോയിങ് ബാക്ക്. ഓക്കെ, ക്ലിക്ക് അക്കൗണ്ട്. ഇവിടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഫില്ല് ചെയ്യുക. ആൻഡ് ക്ലിക്ക് എൻ്റർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡിവി തീം, അതായത് ഓൾ ഇൻ വൺ വേർഡ്പ്രസ് തീം ആൻഡ് വിഷ്വൽ പേജ് ബിൽഡർ. ജസ്റ്റ് ക്ലിക്ക് ഡൗൺലോഡ് ദ തീം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ തീം ഇവിടെ താഴെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഡൗൺലോഡ് ആയതിനു ശേഷം വീണ്ടും നമ്മൾ വേർഡ്പ്രസ് ഡാഷ്ബോർഡിൽ പോവുക. ഓക്കെ, ഒന്നുകൂടി കാണിക്കാം എങ്ങനെയാണ് തീം ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന്. ഗോ ടു അപ്പിയറൻസ്, തീംസ്, മേലെ പോയി കഴിഞ്ഞാൽ ആഡ് ന്യൂ ബട്ടൺ കാണാം. ജസ്റ്റ് ക്ലിക്ക് ആഡ് ന്യൂ ആൻഡ് ക്ലിക്ക് അപ്ലോഡ് തീം. ഓക്കെ, ചൂസ് എ ഫയൽ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഡിവി, ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഓപ്പൺ, ഇൻസ്റ്റാൾ നൗ. ഓക്കെ, ഇത് ഇച്ചിരി സമയമെടുക്കും. അതിനുശേഷം നമുക്കിവിടെ കാണാൻ പറ്റും ദ തീം ഇൻസ്റ്റാൾഡ് സക്സസ്ഫുള്ളി എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ആക്ടിവേറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡിവി തീം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു തീം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ഒരു ലോഗോ അപ്ലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സൈറ്റ് ഐക്കൺ അപ്ലോഡ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. ആൻഡ് കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.